break-even point, BEP. So every management has to know when company reaches break-even, or every business want to know when company reaches break-even. If it's just below the break-even, it will be in the loss. When it's hit break-even, we can say it's in profit. So calculation BEP is a foundation, okay, stone for BEP analysis, break-even analysis. Break-even point is the point where the level of activity, which is total cost, is equal to total revenue. So I incurred 100 rupees to earn 100 rupees. So there is no profit, there is no loss. ഇതാണ് break-even point എന്ന് അല്ലേ? ഞാൻ 100 രൂപ incur ചെയ്തിട്ട് 100 രൂപ ഉണ്ടാക്കുന്നെങ്കിൽ there is no profit, there is no loss. Right? It is the point no profit, no loss. Thus, it's an equilibrium or balancing point. But നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. Okay. അപ്പോൾ BEP rightly described as bread earning point. പറഞ്ഞാൽ നമുക്ക് earnings ഉണ്ടാവുന്നത് അതിന്റെ മുകളിലേക്കാണ്. Okay. It is the point at which firm starts earning. Okay, means profit. Okay. BEP is the magic number that tell the company when its revenue will cover its expense. എപ്പം കവർ ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇവിടെ ഒരു സ്ഥാപനം എടുക്കുകയാണ്. എനിക്ക് 30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ബ്രേക്ക് ഇവൺ ആവാം. എന്റെ സ്ഥാപനം 30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ബ്രേക്ക് ഇവൺ ആവാം. എനിക്ക് 35 കുട്ടികളാണ് ആ വർഷം ഉള്ളെങ്കിൽ ഞാൻ എന്തിലുണ്ടാവുക? പ്രോഫിറ്റ്. 28 ആണെങ്കിലോ ലോസ്. സോ ഇഫ് യു ക്യാൻ ഫൈൻഡ് ദ ബ്രേക്ക് ഇവൺ പോയിന്റ് പ്രിസൈസ്ലി, then you can take decisions or you can draw strategies very nicely or quickly. Okay. Then നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് മെത്തേഡ് ആണ്. ഒന്ന് അൾജബ്രിക് മെത്തേഡ് ആണ്, ഒന്ന് BEP ചാർട്ട് ആണ്, ഗ്രാഫിക് മെത്തേഡ് ആണ്. അത് രണ്ടും നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അപ്പം അൾജബ്രിക് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് മാർജിനൽ കോസ്റ്റിന്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ഇവൺ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ പറയാണ് വേരിയബിൾ കോസ്റ്റ് എത്രയാണ്, ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, നമ്മൾ സെയിൽ എത്ര, ഇങ്ങനെ പല ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ബ്രേക്ക് ഇവൺ യൂണിറ്റും ബ്രേക്ക് ഇവൺ സെയിലും കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് ഇവൺ ആയി. അല്ലെങ്കിൽ നിങ്ങൾ 30,000 രൂപയ്ക്ക് നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ, സെയിൽസ് 30,000 ആണെങ്കിൽ, അല്ലെ പ്രൊഡക്ഷൻ 100 ആണെങ്കിൽ, അല്ലെങ്കിൽ സെയിൽസ് ഇത് യൂണിറ്റ് ആണ്, ഇതെന്താണ് സെയിൽ എമൗണ്ട് ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് യൂണിറ്റും അതുപോലെ തന്നെ സെയിൽ എമൗണ്ടും, ബ്രേക്ക് ഇവൺ യൂണിറ്റും ബ്രേക്ക് ഇവൺ സെയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്നോട് മാർക്കറ്റിംഗ് മാനേജർ വിളിച്ച് ചോദിക്കുകയാണ്, അല്ല എത്ര സെയിൽ നടന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞു 115. അപ്പം വേഗം കൺഗ്രാജുലേഷൻ പറയാം, ബിക്കോസ് ബ്രേക്ക് ഇവൺ മുകളിൽ എത്തിയിട്ടുണ്ട്. ശരിയല്ലേ? നമ്മൾ പാസ് മാർക്ക് ചോദിക്കാറ് അല്ലേ, പാസ് ആണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പാസ് ആണ് എത്ര വേണം, അതായത് ബ്രേക്ക് ഇവൺ പോയിന്റ്. അതിന് താഴെ ആണെങ്കിലോ ലോസ്, മുകളിലാണെങ്കിലോ നമ്മൾ പാസ് ആണ് അല്ലെ, മീൻസ് ഗെയിൻ ആണ്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ കാണാം, അൾജബ്രിക് മെത്തേഡും മറ്റൊന്ന് ഗ്രാഫിക് മെത്തേഡും ആണ്. രണ്ടും നമുക്ക് നെക്സ്റ്റ് സെഷനിൽ വർക്ക്ഔട്ട് ചെയ്യാം.